സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോൾ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു കൊട്ടാരത്തിന്റെ അകത്തിരുന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ ഖുർആൻ ഓതുക. അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചത് ആരാ? നബിയെ, അങ്ങയുടെ സഹാബി ഹാരിസയ. എങ്ങനെ അറിയാ ഹാരിസയാണെന്ന്? അവിടെന്ന് പറഞ്ഞു, നബിയെ, അള്ളാഹു സ്വർഗത്തിൽ ഭക്ഷണം കൊടുക്കാൻ കാത്തിരിക്കുന്ന സഹാബിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു സ്വർഗത്തിൽ ഭക്ഷണം കൊടുക്കാൻ കാത്തു വെച്ചിരിക്കുന്ന സഹാബിയ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, ഇത് കിട്ടാനുള്ള പ്രതിഫലം മാതാപിതാക്കളെ സ്നേഹിച്ചതിന് അല്ലാഹു കൊടുത്തതാ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, എല്ലാവരും മാതാപിതാക്കളെ സ്നേഹിക്കുന്നുണ്ട്, ഈ സഹാബിക്ക് മാത്രം ഇത് കിട്ടാൻ? നിങ്ങളെല്ലാവരും, ഞാനും നിങ്ങളും എല്ലാവരും മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരാ. നബിയെ, എന്റെ മാതാപിതാക്കളോട് എനിക്കും സ്നേഹമുണ്ട്. അപ്പൊ ഈ സഹാബിക്ക് മാത്രം പ്രത്യേകം ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണം എന്താ? മുത്തുനബി പറഞ്ഞു കൊടുത്തു, ആ സഹാബിക്ക് 3 ഗുണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. ഈ 3 ഗുണം ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടെങ്കിൽ, മോനെ, സ്വർഗത്തിൽ ഒരു കൊട്ടാരം, സ്വർഗത്തിന്റെ മധ്യഭാഗത്തിൽ നിനക്കൊരു കൊട്ടാരവും അള്ളാഹു നാളെ നിനക്ക് സ്വർഗത്തിൽ ഭക്ഷണം തരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 11:30 പാച്ചി നോക്കുന്ന ചിലരൊക്കെ നിർത്താറായോ? നിർത്തണോ? എന്ത് വേണോ ഇപ്പൊ പറയണോ? നിർത്തണോ? 3 കാര്യം ജീവിതത്തിൽ ആരെങ്കിലും ചെയ്താൽ എവിടെ? അള്ളാഹു ഭക്ഷണമായിട്ട് എവിടെ? സ്വർഗത്തിൽ അള്ളാഹു നിനക്ക് ഭക്ഷണം തരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറയണമെന്ന് ആഗ്രഹമുള്ളവർ കൈവക്ക്, എങ്കിൽ പറയാം. ഭൂരിഭാഗം പേരും കൈവക്കിയാ പറയാം. പുറകിരിക്കണം, വാപ്പ നീ എന്താ പൊക്കാത്ത? അവസാനത്തെ പൊക്കല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. സ്വർഗത്തിൽ ഭക്ഷണം വേണം. സ്വർഗത്തിൽ അള്ളാഹു ഭക്ഷണം കാത്തു വെച്ചിട്ടുണ്ട്. അള്ളാഹു അത് വാങ്ങി തിന്നാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു അത് വാങ്ങി തിന്നാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇതിപ്പോ സംഘാടകർ ബക്കറ്റ് എടുത്തു. സ്വർഗത്തിൽ ഭക്ഷണം കിട്ടുന്നതിന് മുമ്പ് സ്വർഗത്തിൽ പോണ്ടേ? ഭക്ഷണമൊക്കെ പിന്നെ സ്വർഗത്തിൽ പോണ്ടേ? അള്ളാഹുവെ പടച്ചവനെ, ഈ നല്ല കാര്യത്തിന് വേണ്ടി ആരെല്ലാം മനസ്സറിഞ്ഞിട്ടൊരു സദക്ക ചെയ്യുന്നു, മരിക്കുമ്പോ ഈമാനോടുകൂടിയുള്ളൊരു മരണം അതാ വേണ്ടേ. വെറുതെ ഒന്നും മരിച്ചാ പോരാ. ഞങ്ങളുടെ നാട്ടിൽ ഇപ്പൊ 2-3 ദിവസം മുമ്പ് ഒരു മുസ്ലിമായ ചെറുപ്പക്കാരൻ, അള്ളാഹുവെ, ഒരു പറമ്പില് മരിച്ചിട്ട് 3-4 ദിവസമായി. മൊത്തം പുഴുവരിച്ചു. ആരും നോക്കാനില്ലാതെ. അള്ളാഹു സഹോദരന് പുറത്തു കൊടുക്കുമാറാകട്ടെ. മയ്യത്ത് പോലെ എന്റെ വൈഫിന്റെ സഹോദരനാ മയ്യത്ത്. അവസാനം ജനാസ കുളിപ്പിച്ചിട്ട് കടലിൽ പോയി ചാടി, ഇട്ട വസ്ത്രം വരെ ഊരിക്കളഞ്ഞു. അത്രയ്ക്ക് സ്മെല്ല്. ആ ജനാസ പാസ്പോർട്ട് എന്താ പറയുക, ടാർപ്പയ്ക്കകത്ത് വാരിയിട്ടുണ്ടോ പോയ. അവസാനം ഞാൻ ചോദിച്ചോ, പറഞ്ഞു, വീട്ടിൽ നേരെ പോയി ഇട്ടിരുന്ന ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, പുതിയ ഉടുപ്പായിരുന്നല്ലേ ഇട്ടിരുന്ന, പുതിയ വസ്ത്രം. കാരണം അത്രയ്ക്കും ദുർഗന്ധം. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മനസ്സറിഞ്ഞിട്ടൊരു സദക്ക കൊടുത്തു. അള്ളാഹു നിങ്ങൾക്ക് നല്ല മരണം തരും. അള്ളാഹുവെ, എന്റെ മരണം നീ നന്നാക്കി തരണേ പടച്ചവനെ. വെള്ളിയാഴ്ച രാവിലെ ഒരു മരണം തരണേ. മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് മരിക്കാൻ ഭാഗ്യം തരണേ എന്ന നിയ്യത്തോടെ മനസ്സറിഞ്ഞിട്ടൊരു സദക്ക ചെയ്യും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും മനസ്സറിഞ്ഞിട്ട് കൈകെട്ടിയിരിക്കണ്ട. അസ്സദഖത്തു റദ്ദുൽ വല. ഭക്ഷണം കഴിച്ചിട്ട് വരുന്ന സമയത്ത് ഒരു സഹോദരിയെ കണ്ടു, ചെറുപ്പക്കാരിയാ. കിഡ്നി പോയി. ചെറുപ്പക്കാരി പോയി ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിലും അല്ലാഹു അവിടെ നിന്നും പറഞ്ഞത് കിഡ്നിയുടെ കാര്യവാ. ക്യാൻസർ രോഗം പിടിച്ച ഒരു കുഞ്ഞിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. മോനെ, മനസ്സറിഞ്ഞിട്ട് എന്തെങ്കിലും കൊടുക്ക്, ഇല്ലെങ്കിൽ കുടുംബം വിറ്റാലും മാറൂല. നീ സമ്പാദിച്ച സമ്പാദ്യം മുഴുവനും, നിന്റെ വീടും നിന്റെ പറമ്പും നിന്റെ സർവ്വതും വിറ്റാലും മാറാത്ത രോഗം ചിലപ്പോ ഈ സദഖയിൽ അല്ലാഹു മാറ്റിത്തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. 3 സ്വലാത്ത് സ്വല്ലല്ലാഹു.
اللهم صل على محمد يا ربي صل عليه وسلم. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഈ സ്വഹാബിക്ക് മാത്രം അല്ലാഹു ഈ പ്രതിഫലം കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുമ്പോ മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, ഈ സദസ്സിലിരിക്കുന്നവര്, മാതാപിതാക്കള് വീട്ടിലുള്ളവര്, ഉമ്മയോ വാപ്പയോ വീട്ടിലുള്ള ഓരോ മക്കളും പഠിക്കുന്നതിന് വേണ്ടി പറയുകയാ, എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, നിനക്ക് അല്ലാഹു സ്വർഗത്തിലെ ഭക്ഷണം തരും മോളെ, അല്ലാഹു നിനക്ക് സ്വർഗത്തിലെ ഭക്ഷണം തരും. നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് നിനക്ക് അല്ലാഹു ഒരു കൊട്ടാരം തരും മോളെ. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു, ആയിഷ, ആ സ്വഹാബിക്കുണ്ടായിരുന്ന 3 ഗുണങ്ങളിൽ ഒരു ഗുണമെന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, കാന യുത്ഇമുഹാ ബിയദിഹി. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, ആയിഷ, ആ സ്വഹാബിക്കുണ്ടായിരുന്ന ഒരു ഗുണമെന്തെന്നറിയുമോ? നമുക്കെല്ലാവർക്കും നമ്മുടെ ഉമ്മ ഭക്ഷണം വാരി തന്നിട്ടുണ്ട്, നമ്മുടെ വാപ്പ നമുക്ക് ഭക്ഷണം വാരി തന്നിട്ടുണ്ട്, മാതാപിതാക്കള് വാരിത്തരുന്ന ഭക്ഷണം കഴിച്ചിട്ടാണ് ഞാനും നിങ്ങളും എല്ലാവരും വളർന്നത്. എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആയിഷ, ആ സ്വഹാബിക്ക് അല്ലാഹു ഈ പ്രതിഫലം കൊടുക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹു ആ സ്വഹാബിക്ക് ആ പ്രതിഫലം കൊടുക്കാനുള്ള കാരണം എന്തെന്നറിയോ? സ്വന്തം ഉമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുന്ന മോനായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഈ സദസ്സിലിരിക്കുന്ന ആരാണ് തന്റെ ഉമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നത്? ഈ സദസ്സിലിരിക്കുന്ന മക്കൾ, ഞാനും നിങ്ങളും. അല്ലാഹുവേ, വീട്ടിൽ ഉമ്മയുണ്ട്, വാപ്പയുണ്ട്, അവര് നമുക്ക് എത്രയോ പ്രാവശ്യം ഭക്ഷണം വാരി തന്നിട്ടുണ്ട്. എങ്കിൽ ഈ സദസ്സിലിരിക്കുന്ന ഏത് മോനാണ് തന്റെ ഉമ്മയ്ക്കൊന്ന് ഭക്ഷണം വാരി കൊടുക്കുന്നത്? ഈ സദസ്സിലിരിക്കുന്ന ഏതു മകനാണ്? എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, ജീവിതത്തിലെ ഈ ദിവസത്തിന്റെ ഈ സമയം വരെ നിന്റെ കൈ കൊണ്ട് നിന്റെ ഉമ്മയ്ക്ക് നീ ഒരുരുള ഭക്ഷണം വാരി കൊടുത്തിട്ടുണ്ടോ? സഹോദരി, ചെറുപ്പക്കാരാ, ചിന്തിക്കുമോനെ, പ്രായം പിടിച്ച, രോഗം പിടിച്ച പ്രായമായ ഉമ്മ നിന്റെ വീട്ടിലുണ്ടല്ലോ, നിന്റെ വാപ്പ നിന്റെ വീട്ടിലുണ്ടല്ലോ. ഒരിക്കലെങ്കിലും നിന്റെ ഉമ്മയ്ക്ക് നീ ഒരുരുള ഭക്ഷണം വാരി കൊടുത്തിട്ടുണ്ടോ? സമയമില്ലല്ലോ ചെറുപ്പക്കാരാ, ഉമ്മാനെ തിരിഞ്ഞു നോക്കാൻ, വാപ്പാനെ തിരിഞ്ഞു നോക്കാൻ. ആ പാവങ്ങൾ കിടക്കുന്ന റൂമിലൊന്ന് പോയിട്ട് സുഖമാണോ എന്നെങ്കിലും ചോദിക്കാൻ എന്റെ പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും സമയമില്ലാതെ പോകുമ്പോ, സഹോദരാ, നീ ചോദിക്കും, ഉസ്താദേ, ഞാൻ വാരിക്കൊടുത്താൽ എന്റെ ഉമ്മ കഴിക്കുവോ? ഒന്ന് ചോദിക്കണം ചെറുപ്പക്കാരാ, ഒന്ന് പോയിട്ട് ചോദിച്ചു നോക്കണം മോനെ. ഈ ഹദീസ് ഈ സഹാബിയുടെ ചരിത്രം ഞാൻ വായിച്ചപ്പോ എന്റെ ഉമ്മാന്റെ അടുക്കൽ ചെന്നിട്ട് ഞാൻ ചോദിച്ചു, ഉമ്മ, ഞാൻ നിങ്ങൾക്കൊന്ന് ഭക്ഷണം വാരി തരട്ടെ? എനിക്കൊരാഗ്രഹമുണ്ട് ഉമ്മ, എനിക്കൊരാഗ്രഹമുണ്ട്, ഒരിക്കലെങ്കിലും എന്റെ ഉമ്മാൻ എനിക്കൊന്ന് ഭക്ഷണം വാരി കൊടുക്കണം. പടച്ചവനെ, ഒന്ന് ചോദിക്കണം ചെറുപ്പക്കാരാ. ഉമ്മാന്റെ മുന്നിലൊന്ന് നീ ചോദിക്കുമ്പോ നിന്റെ ഉമ്മാന്റെ കണ്ണ് നിറയുന്നത് നിനക്ക് കാണാം. എന്റെ പൊന്നുമോൻ എന്നെ മറന്നില്ലല്ലോ, 100 വട്ടം സമ്മതിക്കും ചെറുപ്പക്കാരാ. അല്ലാഹുവേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ സ്വഹാബിക്ക് അല്ലാഹു സ്വർഗ്ഗത്തിലെ ഭക്ഷണം കൊടുക്കാനുള്ള കാരണം എന്തെന്നറിയോ? ആ സ്വഹാബി തന്റെ കൈകൊണ്ട് ഉമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുമായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഈ പാവപ്പെട്ടവന്റെ വഅദ് കേൾക്കാൻ വന്ന ഓരോ മക്കളും ഇന്ന് വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട്, എന്റെ പ്രിയമുള്ളവരെ, വാപ്പയുണ്ടോ, ജീവിച്ചിരിപ്പുണ്ടോ, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? മോനെ, എപ്പോഴെങ്കിലും സ്നേഹത്തോടെ എന്റെ ഉമ്മയുടെ ചാരത്ത് ചെന്നിരുന്നിട്ട് ചോദിക്കണം, ഉമ്മ, എനിക്കൊരുരുള ഭക്ഷണം ഉമ്മാന് വാരിത്തരണമെന്ന് വല്ലാത്ത കൊതിയുണ്ട്,
എനിക്കൊരാഗ്രഹമുണ്ട്, എന്റെ ഉമ്മായിക്കും വാപ്പായിക്കും ഞാനെങ്ങാണം എന്റെ കൈകൊണ്ട് ഭക്ഷണം വാരിക്കൊടുത്ത അല്ലാഹു എനിക്ക് സ്വർഗത്തില് ഭക്ഷണം തരും ഉമ്മ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, ആയിഷ, അല്ലാഹു സ്വർഗത്തിൽ ഈ സ്വഹാബിക്ക് പ്രതിഫലം കൊടുക്കാനുള്ള ഒന്നാമത്തെ കാരണം ഉമ്മയ്ക്ക് സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വാരിക്കൊടുത്തത് കൊണ്ടാ. രണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ആയിഷ, വലം യസ്തഖിംഹിമ കലാമുൻ ഖത്തു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, ആ സ്വഹാബി ഉമ്മയുടെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കാത്ത മകനായിരുന്നു. എന്തേ എന്ന് പോലും ചോദിക്കൂല. ഉമ്മാന്റെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കാത്ത മകനായിരുന്നു ഹാരിസ് ഇബ്നു നുഅ്മാൻ. അല്ലാഹുവേ, ഈ സദസ്സിലിരിക്കുന്ന ഞാനും നിങ്ങളും സ്വന്തമായിട്ട് ആത്മാർത്ഥമായി ചെന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ ഉമ്മാന്റെ മുന്നിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ശബ്ദമുയർത്തി സംസാരിക്കുന്നത് പോയിട്ട് ഉമ്മാനെ ചീത്ത വിളിക്കുന്ന മക്കളില്ലേ, ഉമ്മാനെ തല്ലുന്ന മക്കളില്ലേ, ഉമ്മാനെ കുത്തുവാക്ക് പറയുന്ന മക്കളില്ലേ. പടച്ചവനെ, നിനക്ക് ദുആ ചെയ്ത് ജോലി കിട്ടി, പണമുണ്ടായി, ഭാര്യയായി, മക്കളായി, വീടായി, എല്ലാം നിനക്ക് നിന്റെ ഉമ്മയുടെയും വാപ്പയുടെയും ദുആ കൊണ്ട് എല്ലാം നിനക്ക് കിട്ടിയപ്പോ ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യനും, ഈ സ്റ്റേജിലിരിക്കുന്നവർ അല്ലെങ്കിൽ പുറത്തിരിക്കുന്നവർ, നിങ്ങളുടെ ഉമ്മയുടെയും വാപ്പയുടെയും ദുആ കൊണ്ടാണ് ഞാനും നിങ്ങളും എത്രയെത്തിയത്. ഇല്ല എന്ന് പറയാൻ ഒരാൾക്കും ധൈര്യമില്ല. ഈ പള്ളിയിലെ ഖതീബാകട്ടെ, ഈ സദസ്സിലിരിക്കുന്ന പ്രായമുള്ള ഹാജിയാക്കന്മാരാകട്ടെ, അല്ലെങ്കിൽ ബഷീർ സാഹിബാകട്ടെ, ഈ സദസ്സിലിരിക്കുന്ന ഞാനും നിങ്ങളും ഓരോ മനുഷ്യനും എന്റെയും നിങ്ങളുടെയും ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ്, വാപ്പയുടെ പ്രാർത്ഥന കൊണ്ടാണ് നമ്മൾ ഇത്രയും എത്തിയത്. പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്തെന്നറിയോ? നമുക്ക് കൊട്ടാരം പോലെയുള്ള വീടായി, നല്ല ജോലിയായി, പരിഭാര്യയായി, മക്കളായി, ഇതെല്ലാമായി കഴിയുമ്പോ സ്വന്തം ഉമ്മാനോടും വാപ്പാനോടും പറയുന്ന വാക്കെന്തെന്നറിയോ? വല്ലതും കഴിച്ചിട്ട് ഈ വീടിന്റെ അകത്ത് മിണ്ടാതെ ഇരുന്ന് കൊള്ളണം. ഉമ്മയൊക്കെ കൽപ്പിക്കുകയാണ്, ഉമ്മയോട് കൽപ്പന, വാപ്പയോട് കൽപ്പന, മക്കളെ പറയുന്ന മാതാപിതാക്കളോട് വല്ലതും കഴിച്ചിട്ട് ഈ വീടിന്റെ അകത്ത് മിണ്ടാതെ ഇരുന്ന് കൊള്ളണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, മക്കളും മാതാപിതാക്കളെ ഭരിക്കുന്ന കാലം കണ്ടാൽ അത് ലോക അവസാനത്തിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ.